ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഇപ്പാ ചിക്കനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പാ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 5 പീസാക്കി കട്ട് ചെയ്ത് അടിച്ച് പരത്തി നടുവേ വരയെല്ലായിടത്തും ചിക്കന് വരയെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരയിട്ടെടുക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ചിക്കൻ്റെ ഉള്ളിൽ നല്ലോണം നമ്മളെ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും വരയിട്ടെടുക്കണം. അപ്പോൾ അങ്ങനെ വരയൊക്കെ ഇട്ട ചിക്കനിലേക്ക് ഞാൻ മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. മസാല എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ചിക്കൻ എടുത്തുകൊണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ മസാലപ്പൊടികളും എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 3/4 ടീസ്പൂണ് ഗരം മസാലയും, ആവശ്യത്തിനുള്ള ഉപ്പും, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 1-2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, അതുപോലെ തന്നെ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂണ് യോഗർട്ടും കുറച്ച് വിനാഗിറും എടുത്തിട്ട് ചിക്കന് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മളൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാക്സിമം 3 മണിക്കൂർ തന്നെ നിങ്ങൾ വെക്കാൻ നോക്കണം. ടൈം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചിട്ടെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത്, അതായത് ചിക്കൻ ഒന്ന് കുക്കാക്കി എടുക്കുക. നല്ലോണം വെന്ത് വരുന്ന വിധത്തിലൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് കുക്കാക്കി എടുക്കുക. ഞാനിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ചിക്കൻ എടുത്തുകൊണ്ടാണ് റിഫൈൻഡ് ഓയിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുന്നത്, ഇതുപോലെ ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾ 1 കിലോ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ 2 പീസാക്കി ബട്ടറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് കുക്കാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ നിന്ന് കുക്കാകുന്ന ടൈം തന്നെ ഞാൻ ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കുന്നുണ്ട്. 3 മുട്ടൻ്റെ വെള്ളയാണ് എടുത്തത്, വേവിച്ച മുട്ടയാണ് കേട്ടോ. അതുപോലെ തന്നെ 4 സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റിഫൈൻഡ് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല ക്രീമി ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ സ്റ്റൗ മീഡിയം ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനില്ല ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തും എത്തുന്നവരെ നമ്മൾ ഈ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എല്ലായിടത്തും ചിക്കൻ്റെ എല്ലായിടത്തും എത്തുന്നവരെ ഈ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിന് എല്ലായിടത്തും ഒഴിച്ചിട്ട് അതിൽ ഒരു സ്പൂണാത്തം വെച്ചിട്ട് എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സോസ് ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് ഈ ചിക്കനൊന്ന് അടച്ച് വെക്കുക കേട്ടോ. ഏറ്റവും മീഡിയം ലോ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പം തന്നെ നമ്മൾ ചീസൊക്കെ ഇട്ടുകൊണ്ട് ഈ സോസൊക്കെ ഒന്ന് നല്ല ക്രീമി ആയിട്ട് നല്ല മെൽറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ. നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു ടേസ്റ്റാണിത്. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന സോസ് തന്നെയാണ് കേട്ടോ. ചിക്കൻ ഇത്രയും ടേസ്റ്റ് ആവാൻ കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്ന ഈ സോസ് തന്നെയാണ്. അപ്പം ഞാനിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ടയും ഈ ചിക്കൻ എൻ്റെ റബ്ബേ എന്തൊരു ടേസ്റ്റാണ്, അത് കഴിച്ചാലേ പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റുള്ളൊരു ചിക്കനാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.